നിങ്ങൾക്കറിയാമോ, ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ ചിറ്റോരി ആർമിയുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു ലെവിയാതൻ ഷിപ്പിന്റെ ഉള്ളിലൂടെ കയറി ആ ഷിപ്പ് എക്സ്പ്ലോഡ് ചെയ്യിപ്പിച്ച് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നുണ്ട്. ആ എക്സ്പ്ലോഷന്റെ ആഘാതത്തിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് ഒരു സ്ഥലത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. ആ സ്ഥലത്ത് തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഒരു ഷവർമ ഷോപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. അവഞ്ചേഴ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ അവഞ്ചേഴ്സ് ചിറ്റോരി ആർമിയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച ശേഷം ഷവർമ കഴിക്കുന്നത് ഇതേ ഷോപ്പിൽ വെച്ചാണ്. അതെങ്ങനെ മനസ്സിലായി എന്നല്ലേ? ചിറ്റോരി ആർമിയുടെ ഷിപ്പ് സ്പേസിൽ വെച്ച് പൂർണ്ണമായിട്ടും നശിപ്പിച്ചതിന് ശേഷം ടോണി സ്റ്റാർക്ക് ഒരു വോം ഹോളിലൂടെ താഴേക്ക് വീഴുന്നുണ്ട്. അവിടെ കിടന്നുകൊണ്ട് മറ്റ് അവഞ്ചേഴ്സിനോട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. You ever tried shawarma? There's a shawarma joint about 2 blocks from here. I don't know what it is, but I want to try it. നിങ്ങൾക്കറിയാമോ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ക്യാപ്റ്റൻ അമേരിക്ക മറ്റുള്ള അവഞ്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഇയർ പീസിന്റെ സഹായത്തോടെയാണെന്ന് നമുക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാൽ ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഒരു ഇയർ പീസ് പോലും ഇല്ലാതെ ഇത്രയും വലിയ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? Matt, what are you doing? Stark, get a lot of space stuff in your tail. I got it. Well, they can't bank with a dam. Find a tight corner. എന്തുകൊണ്ടാവാം ഇത്രയും വലിയൊരു മിസ്റ്റേക്ക്, അതായത് ഇത്രയും വലിയൊരു മണ്ടത്തരം മാർവൽ സ്റ്റുഡിയോസ് കാണിച്ചത്? നിങ്ങൾക്കറിയാമോ, മോബിയസ് നമ്മുടെ ലോക്കിയുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതില് ഏജന്റ് ഫിൽ കോൾസനെ ലോക്കി തന്റെ സെപ്റ്റർ കൊണ്ട് കുത്തിക്കൊല്ലുന്നതും കാണാം. ഇവിടെ ലോക്കിയുടെ സെപ്റ്ററിന്റെ മൂർച്ചയുള്ള ഭാഗം ഫിൽ കോൾസന്റെ നെഞ്ചില് കുത്തി ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ ഈ സെയിം സീൻ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഫിൽ കോൾസനെ ലോക്കി സെപ്റ്റർ കൊണ്ട് കുത്തുന്ന സമയത്ത് ആ സെപ്റ്ററിന്റെ മൂർച്ചയുള്ള ഭാഗം അവിടെ കാണിക്കുന്നില്ല. ഇത് മിസ്റ്റേക്ക് അല്ല, മാർവല് അത് റിമൂവ് ചെയ്തതാണ്. കാരണം മിക്ക മാർവൽ മൂവിയും PG-13 ആയതുകൊണ്ടാണ് ഈ സീൻ അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ നിന്നും റിമൂവ് ചെയ്തത്. ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ ചിറ്റോരി ആർമിയുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു ചിറ്റോരി സോൾജർ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ ഒരു ലേസർ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്യൂട്ടിന്റെ വെടികൊണ്ട ഭാഗം ചെറുതായിട്ട് ബേൺ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ പിന്നീടുള്ള ഈ സീനിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്യൂട്ടിൽ ഒരു ഡാമേജോ ബേൺ ചെയ്ത പാടുകളോ ഇല്ലാത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മാർവൽ സ്റ്റുഡിയോസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. എന്തായാലും ദി അവഞ്ചേഴ്സ് എന്ന സിനിമയുടെ ആസ്വാദനത്തെ അത് മോശമായിട്ട് ബാധിക്കുന്നില്ല. ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ തോർ തന്റെ ലൈറ്റ്നിങ്ങിന്റെ സഹായത്തോടെ അയൺമാനെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ലൈറ്റ്നിങ് ഏറ്റിട്ട് അയൺമാന്റെ സ്യൂട്ട് 475% ചാർജ് കൂടുകയാണ്. പിന്നീട് അയൺമാൻ ഷീൽഡിന്റെ ഹെലി കാരിയറിന്റെ തകരാറ് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഹെലി കാരിയറിന്റെ ടർബൈന് അദ്ദേഹം സ്വന്തമായിട്ട് കറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് അയൺമാന്റെ സ്യൂട്ടിന്റെ ചാർജ് 312% കുറയുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതായത് അയൺമാന്റെ സ്യൂട്ട് ഇപ്പോഴും തോർ ആക്രമിക്കാൻ ശ്രമിച്ച ആ ലൈറ്റ്നിങ്ങിന്റെ ചാർജിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കുവാൻ മാർവലിന് സാധിക്കുന്നുണ്ട്.